ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. PT കുഞ്ഞു മുഹമ്മദ് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ തുറന്നു പറച്ചിലുമായി ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും മൊഴി രേഖപ്പെടുത്താൻ 4 ദിവസമെടുത്തതായും മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും പോലീസ് FIR ഇട്ടില്ലെന്നും ആശ ആരോപിച്ചു. ആശയുടെ തുറന്നു പറച്ചിൽ വായിച്ചപ്പോൾ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് ഓർത്ത് അപമാനം തോന്നിയതായി പ്രതിപക്ഷ നേതാവ് PD സതീശൻ പ്രതികരിച്ചു. സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ചലച്ചിത്ര അക്കാദമിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഡോക്ടർ ആശ അച്ചി ജോസഫിന്റെ തുറന്നുപറച്ചിൽ. കുഞ്ഞു മുഹമ്മദ് നടത്തിയ അതിക്രമം ബോധപൂർവമായിരുന്നെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ചാനലുകളിൽ വാർത്ത വരും വരെ പോലീസ് FIR ഇട്ടില്ലെന്നും ആശ അച്ചി ആരോപിച്ചു. മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചെന്നും ആശ മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. തന്റെ മേൽ നിശബ്ദത അടിച്ചേൽപ്പിച്ചെന്നും നിശബ്ദയാവാൻ ഒരുക്കമല്ലെന്നും ആശ അച്ചി തുറന്നു പറഞ്ഞു. നവംബർ 24-ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ 4 ദിവസം കഴിഞ്ഞാണ് മൊഴിയെടുത്തത്. ഡിസംബർ 8-ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴും FIR രജിസ്റ്റർ ചെയ്തില്ല എന്നത് വിചിത്രമായി തോന്നി. സഹതാപമല്ല, സമൂഹത്തിന്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും ആശ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. ചരിത്രത്തിൽ മായ്ക്കപ്പെടാൻ താൻ തയ്യാറല്ലെന്നും തന്റെ ശബ്ദം നാളെ മറ്റൊരു സ്ത്രീക്ക് സംസാരിക്കാൻ ഭയം കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് തുറന്നുപറച്ചിൽ നടത്തുന്നതെന്നും ആശ പറയുന്നു. ആശ അച്ചി ജോസഫ് വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നുവെന്ന് വ്യക്തമാക്കിയ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പ്രമുഖരായവർക്കെതിരെ പരാതി നൽകുന്നവരെ നിശബ്ദരാക്കാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പ്രതികരിച്ചു. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരായിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ, ആക്ഷേപങ്ങൾ, പരാതികൾ എന്നിവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു സമ്മർദ്ദ സ്വഭാവം തീർച്ചയായിട്ടും ഈ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികൾ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ പലപ്പോഴും നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പലപ്പോഴും സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ പൊതുസമൂഹത്തിലുള്ള ധാരണയുടെ ഭാഗമാണെന്നും തുറന്നെഴുത്ത് സ്വാഗതാർഹമാണെന്നും സതീദേവി പറഞ്ഞു. സ്വന്തക്കാർ വരുമ്പോൾ സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് കുഞ്ഞു മുഹമ്മദിനെതിരായ കേസെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ഇവരുടെ സഹയാത്രികരായ ആളുകൾ, അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കാതെ അത് 14 ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 24-ാം തീയതി കിട്ടിയ ഒരു കാര്യം 8-ാം തീയതി വരെ എന്തുകൊണ്ട് FIR എടുത്തില്ല എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളാണ്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും, പറയണം. ഇതൊക്കെ ഇരട്ടത്താപ്പ് പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ. എന്നാൽ പരാതിയിൽ നടപടിയെടുത്തിട്ടുണ്ടെന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ലെന്നും മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ കാര്യക്ഷമമായ നിലയിൽ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. PT കുഞ്ഞു മുഹമ്മദിനെതിരെ ഒരാരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ നീതിയുക്തമായ നിലയിൽ തന്നെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. IFFK-യിൽ മലയാള ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കെ PT കുഞ്ഞു മുഹമ്മദ് ഹോട്ടൽ മുറിയിൽ വെച്ച് സമ്മതമില്ലാതെ ശരീരത്തിൽ കടന്നുപിടിച്ചെന്നും അപമാനിച്ചുമെന്നുമാണ് ആശ അച്ചിയുടെ പരാതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.